ബൊലീവിയ. നമ്മുടെ ബൈക്കർ അരുണിമയുടെ പുറകെ ഞാൻ കൂടിയിട്ട് വർഷങ്ങളായി. അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ഫുൾ ടൈം ട്രാവലർ. അവൾ ഏറ്റവും അവസാനമായി ബൊലീവിയയിലെ ലാപാസ് എന്ന നഗരത്തിലായിരുന്നു. നമുക്കവൾ തരുന്നത് വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമാണ്. കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായി പഠിച്ചു. വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ഭൂമിശാസ്ത്രം, ദേശീയത, ഖനനം, ഇങ്ങനെ മിക്ക ചരിത്ര വസ്തുതകളിലൂടെയും ഞാൻ കടന്നുപോയി. വിശദമായി പഠിച്ചപ്പോൾ വിചിത്രമായ പലതും കണ്ടെത്താൻ സാധിച്ചു. വീണ്ടും വീണ്ടും പഠിക്കാൻ ഇതെന്നെ പ്രേരിപ്പിച്ചു. നമുക്ക് ആദ്യമായിട്ട് അരുണിമ കടന്നുപോയ സ്ഥലങ്ങളിലൂടെ ചെറിയൊരു വിവരണം തരാം. അവൾ ബൊലീവിയയിലെ ലാപാസിലേക്കുള്ള ദീർഘയാത്ര ആരംഭിച്ചത് പെറുവിൽ നിന്നാണോ ചിലിയിൽ നിന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും നമ്മുടെ അരിമണി മുത്ത് യാത്ര ചെയ്യുന്ന ബസ് സ്പീഡിൽ പോവുകയാണ്. അവളെ ഞാൻ ഇത്രയും നാൾ കണ്ടത് മരതകവനിയിലൂടെയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ഭൂമി ചരിത്രമാണ് എന്നെ പോലെയുള്ളവർക്ക് അവൾ സമ്മാനിച്ചത്. തീർത്തും മരുഭൂമി. ഭൂമിയുടെ പ്രതലം പല കളറിൽ കാണപ്പെട്ടു. ചുവപ്പ്, നീല, പച്ച, മഞ്ഞ, ക്രീം എന്നിങ്ങനെ വിചിത്രമായ കുന്നുകളും ഭൂമിയുടെ പ്രതലങ്ങളും. മരുഭൂമിയിലും ചില തടാകങ്ങൾ, വലിയ വലിയ കുന്നുകൾക്കടിയിൽ ധാരാളം ഗുഹകൾ. അവൾ നമുക്ക് വേണ്ടി യാത്രയുടെ 100-1 മാത്രമേ വീഡിയോയിലൂടെ പകർന്നു തരുന്നുള്ളൂ എന്നത് വ്യക്തമാണ്. ഓരോ കാഴ്ചകളും അരുണിമയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവളങ്ങനെ പാറിപ്പറക്കുകയാണ്, ദേശാടന കിളിയെ പോലെ. ബസ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിർത്തുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് കുടിലുകൾ എന്ന് പറയാം. പഴയകാല അറേബ്യൻ കുഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ചില കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ. അവിടെ ഇറങ്ങുന്ന യാത്രക്കാർ എവിടേക്കാകും പോവുക? വീടുകളിലൊന്നും കാണാനില്ലല്ലോ എന്ന് നമ്മുടെ അരുണിമ അതിശയത്തോടെ പറയുന്നുണ്ട്. അവൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റികളിലൊന്നാണ് ബൊലീവിയയിലെ ലാപാസ് എന്ന്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, അവൾ തീരെ പരിചിതമല്ലാത്ത ഒരു ആവാസ വ്യവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന 4000 അടി ഉയരത്തിലുള്ള ലാൻഡ്സ്കേപ്പ്, അട്ടിയടുക്കിയ കെട്ടിടങ്ങൾ കുന്നുകളിൽ അതിമനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി അരുണിമയുടെ യാത്രയിലെ ആദ്യ കാഴ്ചയാവാം. നമ്മുടെ കഥകളിക്കാരുടെ പാവാട പോലെ കളർഫുൾ. 0.5 ഡിഗ്രി തണുപ്പുള്ള സ്ഥലം. അരുണിമ ഭയങ്കരമായി വീക്കായി എന്ന് പറയാം. നെഞ്ചിന് വേദന, ഛർദി. ഏതായാലും യാത്രക്കാരെ സ്വീകരിക്കുന്ന ഒരു ഹോസ്റ്റസിൻ്റെ വീട്ടിൽ അവളെത്തി. അവളുടെ യാത്രക്കാരനായ അർജന്റീന സുഹൃത്ത് പിറ്റേന്ന് തന്നെ അവിടെ എത്തിക്കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കേബിൾ കാർ ഹൈവേ റോഡിലൂടെ പോകുന്ന ഓട്ടോറിക്ഷ പോലെ ആകാശത്തൂടെ അങ്ങനെ പാഞ്ഞു പോകുന്നത് അത്ഭുതത്തോടെ ഞാനും കണ്ടു. മലയാളികൾ അധികമൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം. അങ്ങകലെ 6000 അടി ഉയരത്തിലുള്ള പർവ്വതം ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്നു. തെരുവ് ഫുഡുകൾ മനം മയക്കുന്നു. അവൾ കുറച്ച് ട്യൂണയും ലെറ്റ്യൂസും അവക്കാഡോയും ചീസും വാങ്ങി. മിക്കവാറും അവളുടെ ഫുഡിൽ ഇതുണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഹോസ്റ്റസ് ചെയ്ത ആളിന് തൻ്റെ കയ്യിലുള്ള വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ സമ്മാനമായി കൊടുക്കാനും അവൾ മറന്നില്ല. അവൾ വാങ്ങിയ ഡ്രസ്സുകളൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. അവളുടെ അർജന്റീനക്കാരൻ ഫ്രണ്ട് അവൾക്ക് നല്ലൊരു കൂട്ടുകെട്ട് സമ്മാനിക്കുന്നുണ്ട്. ഇത്രയധികം തിരക്കുള്ള സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഫ്രണ്ട് ബൈക്ക് ആക്കണമെന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നു. എവിടെയും ചീത്ത മനുഷ്യരും പോക്കറ്റടിക്കാരും ഉണ്ടാവും. അരിമണി ഇക്കാര്യത്തിൽ അശ്രദ്ധയാണ്. കേബിൾ കാറിലൂടെ യാത്ര ചെയ്ത് ബ്രസീൽ വിസയ്ക്കായി അവൾ എംബസിയിലേക്ക് പോകുമ്പോൾ ആകാശയാത്രയും അവൾ അല്പസമയം നമുക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. കുറച്ചു നാളായി നിർത്തിവെച്ചിരുന്ന ടെൻ്റടിയുമൊക്കെ മാറ്റിവെച്ചത് അവൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതിനായുള്ള ഡ്രസ്സും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു. ബ്രസീലിയൻ വിസയ്ക്കായി 2 ദിവസം കൂടി കാത്തിരിക്കുന്ന അരുണിമയ്ക്കായി നല്ല വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം.